ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പൈൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പൈൽ 1 ആൻഡ് പൈൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേയുടെ എനർജി എന്താണ്. ഡിസംബർ 26 തേഴ്സ്ഡേയുടെ എനർജി. നിങ്ങളെല്ലാവരും ക്രിസ്മസ് നന്നായിട്ട് ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. പൈൽ നമ്പർ 1ൻ്റെ Thursday. Thank you. Seven of Wands in the energy. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ഒത്തിരി കോൺഫിഡൻസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ തൻ്റെ എനർജിയിൽ, തൻ്റെ സ്പേസിൽ കംഫർട്ടബിളായിട്ട് ഇരിക്കാനായിട്ട്, ധൈര്യത്തോടു കൂടി ഇരിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. എത്രയൊക്കെ ഒപ്പോസിഷൻസ് വന്നാലും അതിനെ നേരിടാനായിട്ടുള്ള ആ ഒരു ധൈര്യം, പോസിറ്റിവിറ്റി കുറച്ച് പേരുടെ ഉള്ളിൽ ഉണ്ടാകാം. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലും എനർജീസ് വരുന്നുണ്ടെങ്കിൽ അതിനോട് നോ പറയുന്നുണ്ടാകാം. അത് പോസിറ്റീവായിട്ട് വരുന്നുണ്ടാകാം. വീലിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഇവിടെ എൻഡിങ്സ് കാണുന്നുണ്ട്. എന്തെങ്കിലും സൈക്കിള്, എന്തെങ്കിലും കാര്യങ്ങൾ എൻഡ് ചെയ്തിട്ട് ഒരു ന്യൂ ഫേസിലോട്ട്, ഒരു ന്യൂ എനർജിയിലോട്ട് കടക്കുന്നുണ്ടാകാം. എന്തെങ്കിലും സിറ്റുവേഷൻ, ഇവിടെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് യോജിക്കാത്ത എന്തെങ്കിലും സിറ്റുവേഷനോട് നിങ്ങൾ ഗുഡ് ബൈ പറയുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. ആ ഒരു ടോക്സിക് എനർജി അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് പാറ്റേൺ ആയിരിക്കും, എന്തെങ്കിലും എനർജീസ് ആയിരിക്കും. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. അതുപോലെ തന്നെ ഇവിടെ ഷിഫ്റ്റാണ്, മാറ്റമാണ്. എന്തെങ്കിലുമൊക്കെ ഷിഫ്റ്റ്, മാറ്റങ്ങൾ ഇന്നത്തെ ദിവസം സംഭവിക്കുന്നുണ്ടാകാം. ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് പേർക്കൊരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയാണ്, നിങ്ങളുടെ അബണ്ടൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾ നന്നായിട്ട് വൈസായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടാകാം. അപ്പോൾ ആ ഒരു എനർജി കുറച്ചും കൂടെ എൻജോയ് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. കുറച്ചൊന്ന് കെയർഫുൾ ആകേണ്ടത് ഈ ഒരു 8 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് അൺനെസസറി വറി ആയിരിക്കാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾ എന്താ പറയുക, വറി ചെയ്യുന്നുണ്ടാകാം. എല്ലാവരുടെയും കാര്യമല്ല. കുറച്ച് പേർക്ക് ഈ ഒരു എനർജി സ്റ്റക്കാണ്, ഞാൻ എൻ്റെ ഉള്ളിൽ കുറവുകളുണ്ട്, ഒരു കൺഫ്യൂഷൻ, ആ ഒരു എനർജി, അതിൽ നിന്നും മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾ ഈ ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ. കുറച്ച് പേർക്ക് നിങ്ങൾ കംഫർട്ടബിൾ അല്ലാത്ത ഒരു സ്പേസിൽ ഇരിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം, നിങ്ങൾ യൂസ് ചെയ്യുന്ന ചെയർ ആയിരിക്കാം, പില്ലോ ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആകാം. നിങ്ങൾക്കൊരു ഡിസ്കംഫേർട്ട്, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നൽകുന്ന എന്തെങ്കിലും എനർജി നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ടും ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അൺനെസസറി ആയിട്ടുള്ള വറി, ആ ഒരു എനർജി ലെറ്റ് ഗോ ചെയ്യുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ബാക്കിൽ 2 ഓഫ് കപ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് യൂണിയൻ, ലവ്, റിലേഷൻഷിപ്പിൻ്റെ എനർജി ഈ ഒരു ദിവസം ഫോക്കസിൽ വരുന്നുണ്ടാകാം. യൂണിറ്റിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. കുറച്ച് പേർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തൻ്റെ പാർട്ട്ണറായിട്ട് ചേർന്ന് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു എനർജി, ഓക്കെ, അതിൽ നിങ്ങൾ ഫോക്കസ് കൊടുക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പാർട്ട്ണറെ, നിങ്ങളുടെ കൂടെ ഉള്ളവരുടെ ആ ഒരു മൂഡ് അല്ലെങ്കിൽ ആ ഒരു എനർജി കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. അതിനനുസരിച്ചിട്ടും കുറച്ച് പേര് എന്താ പറയുക, തൻ്റെ പ്ലാൻസ് അല്ലെങ്കിൽ തൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും ഒത്തിരി സപ്പോർട്ടുണ്ട്, ഒത്തിരി പേര് നിങ്ങളുടെ കൂടെയുണ്ട്. അല്ലെങ്കിൽ ഫ്യൂ പീപ്പിൾ ആയിരിക്കാം, 1-2 പേരാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സപ്പോർട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആരുമില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഈശ്വരനുണ്ട്, ആ ഒരു ഡിവൈൻ എനർജി ഉണ്ട്. അപ്പോൾ ആ ഒരു സപ്പോർട്ടിന് കുറച്ചൊരു ഗ്രേറ്റ്ഫുൾ എനർജിയിലിരിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി നൽകുന്ന, ബാലൻസ് നൽകുന്ന ചോയ്സസ് എടുക്കാനായിട്ടും ശ്രമിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്.
അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ തേഴ്സ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പാൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേയുടെ എനർജി എന്താണ്. ഡിസംബർ 26 തേഴ്സ്ഡേയുടെ എനർജി എന്താണ്. താങ്ക് യു. പാൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി കുറച്ച് പേർക്ക് ഇവിടെ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് ഒരു അർപ്പണ മനോഭാവത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ സപ്പോർട്ട്, നിങ്ങളുടെ കൂടെയുള്ളവരുടെ സപ്പോർട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പാരൻസിൻ്റെ ആയിരിക്കാം, ഫാദറിൻ്റെ എനർജിയും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. ലോയലായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ എനർജിയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി നോളേജ്, ഒത്തിരി ജ്ഞാനം നിങ്ങളുടെ അടുത്തോട്ടും വരുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും സത്യങ്ങളായിരിക്കാം, ട്രൂത്ത് ആയിരിക്കാം, അത് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ ഓവറോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർ എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കുന്നുണ്ടാകാം, സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാകാം. അത് നിങ്ങളുടെ ഫേവറിൽ വർക്ക് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ മറ്റുള്ളവർ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നതുമാകാം. ബ്യൂട്ടിഫുൾ. ഇവിടെ കിങ്ങും ക്യൂനും വന്നിട്ടുണ്ട്. റിലേഷൻഷിപ്സ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് പാരൻസിൻ്റെ എനർജി ആയിരിക്കാം. അപ്പോൾ ഒത്തിരി അബണ്ടൻ്റ് ആയിട്ടുള്ള എനർജി, ഒത്തിരി പോസിറ്റീവ് ആയിട്ടുള്ള എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ. കുറച്ച് പേർക്ക് സ്റ്റെബിലിറ്റിയാണ്, അല്ലെങ്കിൽ തൻ്റെ എനർജി എന്താണ്, അതിൽ കുറച്ചൊരു ആത്മവിശ്വാസം, കുറച്ചൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയിൽ മുന്നോട്ട് പോകാനായിട്ട്, കംഫർട്ടബിളായിട്ട് ഇരിക്കാനായിട്ടുള്ള ആ ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റും ഒരു കംഫർട്ടബിൾ എനർജി നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് നിങ്ങളുടെ അബൻഡൻസ്, നിങ്ങളുടെ ബ്യൂട്ടി നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടാകാം. പുതിയ ഓർണമെൻറ്റ്സ് ആയിക്കോട്ടെ, പുതിയ ഡ്രസ്സ് ആയിക്കോട്ടെ, അതെല്ലാം കുറച്ചും കൂടെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നതായിട്ട്, കുറച്ചൊരു അബണ്ടൻറ്റ് എനർജിയിലിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളെ ഒത്തിരി അഡോർ ചെയ്യുന്നതായിട്ട്, ഒത്തിരി റെസ്പെക്റ്റ് നൽകുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ലൈഫ് പാർട്ട്ണറായിട്ടുള്ള എനർജി ആയിരിക്കാം. കുറച്ച് പേർക്ക് ഇത് ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളിലായിരിക്കാം ഈ ഒരു എനർജി വർക്ക് ആകുന്നത്. 8 ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ നിങ്ങളോട് ഒരു ഗൈഡൻസ് ആയിട്ട് പറയുന്നത്, നിങ്ങൾ ഓൾറെഡി ഒത്തിരി കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ പറയുക, ഈ ഒരു ബൗളിൽ പഴയ കാര്യങ്ങൾ, പാസ്റ്റിലെ കാര്യങ്ങൾ ബേൺ ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന എനർജിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പോസിറ്റീവ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ കുറച്ചൊരു പേഷ്യൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ചില സമയങ്ങളിൽ നമുക്ക് പാത്ത് ക്ലിയർ ആകണം എന്നില്ല. പക്ഷേ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക, ഈശ്വരൻ കൂടെയുണ്ട്. ഓക്കെ, അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. നിങ്ങൾ കറക്റ്റ് ഡയറക്ഷൻ, കറക്റ്റ് പാത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈശ്വരൻ്റെ ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ട് നിങ്ങളുടെ കൂടെയുണ്ട്. 3 ഓഫ് വോൺസിൻ്റെ എനർജി വരുന്നുണ്ട്. എന്തെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ടുള്ള, ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, റിസ്ക് ഫാക്ടർ അടങ്ങുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു സമയം വന്നിട്ട് കുറച്ച് പേർക്ക് വാട്ടറായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കാം സ്വിമ്മിങ്ങിന് പോകുക, അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വഞ്ചറസ് സ്പോർട്സ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ യാത്രകളായിരിക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ചൊന്ന് കെയർഫുള്ളായിട്ട് ഇരിക്കാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്, ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ. കുറച്ച് പേർക്ക് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ, നിങ്ങളെടുക്കുന്ന ചോയ്സസ് കുറച്ചും കൂടെ ആലോചിച്ചെടുക്കാനായിട്ടും പറയുന്നുണ്ട്. പെട്ടെന്നൊരു ഇൻറ്റ്യൂഷൻ വന്നു, പെട്ടെന്നൊരു ഇൻസ്പിറേഷൻ വന്നു, എടുത്തു ചാടി നിങ്ങൾ ഒരു കൺക്ലൂഷനിലോട്ട്, ഒരു തീരുമാനത്തിലോട്ട്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ അതിലോട്ട് എത്താതിരിക്കുക. കുറച്ച് സമയം കൊടുക്കുക കാര്യങ്ങളെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചൊരു അഡ്വൈസിൻ്റെ രൂപത്തിൽ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ബാക്കിൽ പേജ് ഓഫ് പെൻറ്റക്കിൾസ്, അഗെയിൻ ഫിനാൻഷ്യൽ എനർജി, സ്റ്റേബിൾ ആയിട്ടുള്ള എനർജി കാണുന്നുണ്ട്. ക്യൂൻ ഓഫ് വോൺസ്, ബ്യൂട്ടിഫുൾ.
കുറച്ച് പേർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങളുടെ എനർജിയിൽ ഇരിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചൊരു ആത്മീയമായിട്ടുള്ള എനർജിയും കാണുന്നുണ്ട്. അങ്ങനത്തെ പ്ലേസസ് വിസിറ്റ് ചെയ്യുക, അങ്ങനത്തെ ആൾക്കാരായിട്ടുള്ള കോൺവെർസേഷൻസ്, അങ്ങനത്തെ വീഡിയോസ് കാണുക, ആ ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിട്ട്. ഒത്തിരി ഇവിടെ മാസ്കുലിൻ ഫെമിനിൻ എനർജി ബാലൻസ്ഡിലിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ തേഴ്സ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.